ആത്മമിത്രയുടെ ഇക്യൂബ് എംപവർ, എംബെല്ലിഷ്, എമേർജ് എന്ന ട്രെയിനിങ് പ്രോഗ്രാമിന്റെ 17ാം ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽനസ് ത്രൂ യോഗ എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് പ്രശസ്ത യോഗാചാര്യനും ഹിപ്നോതെറാപ്പിസ്റ്റും NLP മാസ്റ്റർ ട്രെയിനറുമായ മിസ്റ്റർ രഞ്ജിത് കുമാറാണ്. രഞ്ജിത് കുമാറിനെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി ഡോമിനിക് അങ്കിൾ. ഞങ്ങളുടെ ഗുരുനാഥൻ ടോബി അച്ഛന്റെ കാൽക്കൽ സ്നേഹത്തോടെ ആദരവോടെ നമസ്കരിക്കുന്നു. എൻ്റെ സഹയാത്രികർക്ക്, എന്നെ കേൾക്കാനെത്തിയ എല്ലാവർക്കും എൻ്റെ സ്നേഹം. ഞാൻ ഒരു ചെറിയ കാര്യം, ഒരു സംഭവം ഓർത്തെടുക്കുകയാണ്. ഞാൻ മദ്രാസിൽ ഉണ്ടായിരുന്ന കാലത്ത് 1996 കടൽ തീരത്തിനടുത്തുള്ള ഒരു ചെറിയ ഫ്ലാറ്റിലായിരുന്നു താമസിച്ചിരുന്നത്. ഫ്ലാറ്റിലിരുന്ന് കണ്ണുകൾ അടച്ച് വളരെ ശാന്തമായിട്ട് ശ്രദ്ധിച്ചാൽ കടൽ തിരയുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. അത്ര അടുത്തായിരുന്നു കടൽ. അപ്പൊ ദിവസവും യോഗ പരിശീലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടൽ തീരത്തേക്കാണ് പോവാറ്. അങ്ങനെ ഒരു ദിവസം കടൽ തീരത്ത് പോയി യോഗയൊക്കെ പരിശീലിച്ച് അങ്ങനെ തീരത്ത് ഇങ്ങനെ ഇരുന്ന് വിശ്രമിക്കാം. ഡിസംബറിലെ ഒരു തണുത്ത പ്രഭാതമാണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നേ ഉള്ളൂ. നേരത്തെ മഞ്ഞുണ്ട്. തീരത്തിന് അധികം അകലില്ലാണ്ട് നനഞ്ഞ മണലിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ കണ്ണുകൾ അടച്ച് അങ്ങനെ ശാന്തമായിട്ട് ഒരു ധ്യാനത്തിലേക്ക് ഇങ്ങനെ മെല്ലെ പ്രവേശിച്ചു. തൊട്ടു മുമ്പിലായിട്ട് തിരകൾ ഇങ്ങനെ വന്ന് തിരിച്ചു പോകുന്നതൊക്കെ ഇങ്ങനെ എനിക്ക് കേൾക്കാം. അങ്ങനെ എത്ര നേരം ഇരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ മെല്ലെ കണ്ണുകൾ തുറന്നപ്പോ എൻ്റെ അധികം അല്ലാതെ അടുത്തായിട്ട് ഒരു 6 തെരുവ് നായ്ക്കൾ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. ഞാൻ എന്താണ് ഈ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടാകണം. പെട്ടെന്ന് എനിക്ക് ഉള്ളിലൊരു ഞെട്ടലൊക്കെ തോന്നിയെങ്കിലും ഞാൻ സംയമനം പാലിച്ച് അവരെ നോക്കി ഇങ്ങനെ ഒന്ന് ചിരിച്ചു. ചിരിച്ചപ്പോ അവരിൽ 2 ആള് മെല്ലെ എഴുന്നേറ്റിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ അരികത്തായിട്ട് തൊട്ടുരുമി അങ്ങനെ കിടന്നു. പിന്നെ ഞാൻ അവരെ നോക്കി. ആ 2 പേരും നോക്കി ഒന്ന് ചിരിച്ചപ്പോ ബാക്കിയുള്ള ആൾക്കാരും 4 പേരും എൻ്റെ അടുത്തേക്ക് നടന്നു വന്ന് ഇതേപോലെ വീണ്ടും തൊട്ടിരുമി അടുത്ത് കിടന്നു. അങ്ങനെ ഞാൻ അവരെ നോക്കി കുറച്ചു നേരം ഇരുന്നു. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു. ഞങ്ങൾ കൂട്ടുകാരായി. ആ സൗഹൃദം അന്ന് തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് അങ്ങനെ അവരവരുടെ ഭാഷയിൽ എന്നോട് സംസാരിച്ചു, ഞാൻ എൻ്റെ ഭാഷയിലും അവരോട് സംസാരിച്ചു. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലായി. കുറച്ചു കഴിഞ്ഞ് ഞാൻ അവിടുന്ന് അവരോട് പറഞ്ഞു, എനിക്ക് പോവാറായി, നിങ്ങൾ വരുന്നുണ്ടോ? അങ്ങനെ മെല്ലെ എഴുന്നേറ്റ് അവർ എൻ്റെ പിന്നാലെ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അതുവരെ നടന്ന് ഒപ്പം വന്നു എന്നെ അവിടെ ആക്കി തിരിച്ചു പോവുകയും ചെയ്തു. എൻ്റെ ആ വീടും പരിസരമൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുന്ന സമയം അതൊക്കെ അവർ എങ്ങനെയോ മനസ്സിലാക്കിയിട്ട് അടുത്ത ദിവസം മുതൽ വളരെ കൃത്യമായിട്ട് എന്നെ കൂട്ടാനായിട്ട് അവർ വന്നു. അങ്ങനെ ആ സൗഹൃദം അവിടുന്ന് വിട്ട് പോകുന്ന ആ കാലം വരെ തുടർന്നു. കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് യോഗ പരിശീലിക്കാനായിട്ട്. പക്ഷെ ഇവര് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന ആ സമയം എനിക്ക് പോവാതെ വയ്യ. അങ്ങനെ അവരാണ് എന്നെ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് ദിവസവും യോഗ പരിശീലിക്കണമെന്ന് എന്നെ മനസ്സിലാക്കി തന്നു. അവിടുന്ന് ഒരു 2 വർഷം മുൻപാണ് ഞാൻ ഒരു
പ്രായം ചെന്ന യോഗാചാര്യനായ ഒരു തമിഴ് കുമരവേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുടെ അടുത്ത് നിന്ന് യോഗ അഭ്യസിച്ചത്. പിന്നീട് ഞാൻ പോണ്ടിച്ചേരി ഓറോവില്ലില് ജോലി ചെയ്യുന്ന കാലത്ത് അവിടുന്ന് പഠിച്ചു. അതിനുശേഷം നാട്ടിൽ വന്ന് അഡ്വാൻസ്ഡ് യോഗ ചെയ്തു. പിന്നീട് ശിവാനന്ദ വേദാന്ത റിസർച്ച് സെന്ററിൽ നിന്നും PTC ചെയ്തു. ഇതാണ് എൻ്റെ ഒരു പശ്ചാത്തലം. എന്തായാലും നമ്മളിപ്പോ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നു ചേർന്ന ഒരു മഹാമാരി ഉണ്ടാക്കി തീർത്ത വലിയ വിഷമസന്ധികളിലൂടെ കടന്നു പോവുകയാണ് ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യരും. നമ്മുടെ കണ്ണുകൾക്ക് പോലും കാണാൻ കഴിയാത്ത അത്ര സൂക്ഷ്മമായ ഒരു വൈറസ് ഈ ലോകത്തെ ആകെ കീഴ്മേൽ മറിച്ച് നിശ്ചലമാക്കി കളഞ്ഞു. ഇതിനെ നേരിടാനും അതിജീവിക്കാനും ഒക്കെ നമ്മൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട്, 1 വർഷത്തിലേറെയായിട്ട് നമ്മൾ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തുള്ള പരീക്ഷണശാലകളിൽ അനേകം ശാസ്ത്രജ്ഞന്മാര് ഈ വൈറസിനെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കാനായിട്ട് അശാന്തമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരതിൽ വിജയിക്കും തീർച്ചയായിട്ടും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മൈക്ക് ഒന്ന് ഓൺ ചെയ്യാമോ? എല്ലാവർക്കും എല്ലാവരുടെയും മൈക്ക് ഒന്ന് ഓൺ ചെയ്യാമോ? വിലക്കുകളും മാസ്കും അകലവും ഒന്നും വകവയ്ക്കാതെ എല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. നമ്മൾ ഈ കാലവും കടന്നു പോകും അല്ലെ? ഉറപ്പല്ലേ? ആത്മവിശ്വാസത്തോടെ പറഞ്ഞേ, എല്ലാവരുടെയും ശബ്ദം ഒന്ന് കേൾക്കട്ടെ. ഞാൻ തീർച്ചയായിട്ടും എല്ലാവരുടെ ശബ്ദവും കേൾക്കാം. വളരെ സന്തോഷം. ഇനി എല്ലാവരുടെയും മൈക്ക് ഓഫ് ചെയ്യാം. സന്തോഷം. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. ഈ കാലയളവില് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള എല്ലാ മാധ്യമങ്ങളും യോഗയെ കുറിച്ച് ഒരു തവണയെങ്കിലും എഴുതുകയും പറയുകയും ചെയ്തു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വെബ്സൈറ്റിൽ ആധികാരികമായിട്ട് യോഗയെ കുറിച്ചും ഈ കാലത്തെ അതിജീവിക്കാനും രോഗപ്രതിരോധ ശേഷിയൊക്കെ വീണ്ടെടുക്കുന്നതിനൊക്കെ വേണ്ടി യോഗ പരിശീലിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അവര് ആധികാരികമായിട്ട് അതിനകത്ത് എഴുതുകയും ചെയ്തപ്പോൾ അതിനെ ചൂടുപിടിച്ച് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള മാധ്യമങ്ങളും അതിനെക്കുറിച്ച് എഴുതി. നമുക്കറിയാം, ഇന്റർനെറ്റിന്റെ സെർച്ച് എഞ്ചിനുകളിൽ ഏറ്റവും കൂടുതൽ തിരയപ്പെട്ട വാക്കുകളിൽ ഒന്നാണ് യോഗ. How to practice yoga, how to practice pranayama, how to practice സൂര്യ നമസ്കാരം, ഇങ്ങനെയൊക്കെ. അപ്പോ നമുക്ക് അഭിമാനത്തോടെ ശിരസ് ഉയർത്തിക്കൊണ്ട് നമുക്ക് പറയാം, ലോകത്തിനായി നൽകപ്പെട്ട ആർഷഭാരതത്തിന്റെ അഭൗമവും അമൂല്യവുമായിട്ടുള്ള സംഭാവനയാണ് യോഗ. യോഗയിലൂടെ സുഖജീവനം വെൽനസ് ത്രൂ യോഗ എന്ന പേരിൽ ഞാൻ എഴുതിയ ഒരു പുസ്തകത്തിനെ ആധാരമാക്കിയിട്ടാണ് ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഡൊമിനിക് അങ്കിൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് തോന്നുന്ന കുറച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം. സ്ലൈഡ് മാറ്റാം. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ആവിഷ്കരിക്കപ്പെട്ടതും ഗുരുശിഷ്യ പരമ്പരകളിലൂടെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു പോകുന്നതുമായ മഹാപാരമ്പര്യമാണ് യോഗശാസ്ത്രം.
വേദത്തെ ആസ്പദമാക്കിയുള്ള 6 ഹലോ, ഓഡിയോ കേൾക്കാമോ? കേൾക്കാം. വേദത്തെ ആസ്പദമാക്കിയുള്ള 6 ദർശനങ്ങളിൽ ഒന്നാണ് യോഗശാസ്ത്രം. സംസ്കൃതത്തിലെ യുജ് എന്ന ക്രിയാധാതുവിൽ നിന്നാണ് യോജിപ്പിക്കുക, ഒന്നിപ്പിക്കുക, സമന്വയിപ്പിക്കുക, കൂട്ടിച്ചേർക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന യോഗം ഉണ്ടായിരിക്കുന്നത്. യുജ്യതേ അനേന ഇതി യോഗ. ഏതിനാൽ യോജിക്കപ്പെടുന്നുവോ അതാണ് യോഗ. പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പറയുന്നതാണ്. സ്ലൈഡ് നമ്പർ 2 ഒന്ന് ഇടാമോ ഡൊമിനിക് അങ്കിൾ? സ്വാമി വിഷ്ണുദേവാനന്ദയുടെ കുറച്ച് വരികളാണ്. ഡൊമിനിക് അങ്കിൾ, സ്ലൈഡ് നമ്പർ 2. സ്ലൈഡ് വരുന്നില്ല. ഓക്കെ, ഞാൻ പറയാം. When the surface of a lake is still, one can see the bottom very clearly. This is impossible when the surface is agitated by the waves. In the same way, when the mind is still, with no thoughts or desires, you can see the self. This is called yoga. Idana slide. When the surface of a lake is still, one can see the bottom very clearly. This is impossible when the surface is agitated by the waves. In the same way, when the mind is still, with no thoughts or desires, you can see the self. This is called yoga. So, ആരോഗ്യത്തിനും ആത്മീയ വികാസത്തിനുമായിട്ട് ശരീരത്തെയും മനസ്സിനെയും സമന്വയിപ്പിക്കുന്ന അനുഷ്ഠാനവും ജീവിത രീതിയുമാണ് യോഗ. ഇതിന് ഈ സ്ലൈഡ് മാറ്റാം. ദേശത്തിൻ്റെയോ ഭാഷയുടെയോ മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ ഒന്നും വിഭാഗീയതകൾ കൂടാതെ സ്ത്രീ പുരുഷ ഭേദമന്യേ ഏതൊരാൾക്കും ഉപാധികളില്ലാതെ സ്വീകരിക്കാവുന്ന ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഒരു മാർഗമാണ്. മനുഷ്യന്റെ പൂർണ്ണത എന്ന് പറയുന്നത് മാനസികവും വൈകാരികവും ഭൗതികവും ആത്മീയവുമായിട്ടുള്ള പൂർണ്ണത എന്നാണ് സാരം. സ്വയം മനസ്സിലാക്കാനും അതിലൂടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവ് ആർജിച്ചെടുക്കാനും യോഗ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും പൂർണ്ണ സംസ്കരണത്തിന് വേണ്ടി മാത്രം ക്രമാനുഗതമായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള തികച്ചും ശാസ്ത്രീയവും പ്രായോഗികവുമായിട്ടുള്ള ജീവിതചര്യയാണ് യോഗ. സ്ലൈഡ് നമ്പർ 4 ഒന്ന് കാണിക്കാമോ ഡൊമിനിക് അങ്കിൾ? മനുഷ്യന്റെ ശരിയായിട്ടുള്ള ആരോഗ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ്. സ്ലൈഡ് നമ്പർ 4. ഈ 4 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് മനുഷ്യന്റെ ശരിയായിട്ടുള്ള ആരോഗ്യം എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള ആഹാരം, ശരിയായിട്ടുള്ള വ്യായാമം, ശരിയായിട്ടുള്ള ശ്വാസോച്ഛ്വാസം, ശരിയായിട്ടുള്ള മാനസികാവസ്ഥ. ശരിയായിട്ടുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ, അടുത്ത സ്ലൈഡ്, മിതവും ഹിതകരവും യുക്തവുമായിട്ടുള്ള ആഹാരശീലങ്ങളാണ് ശരിയായിട്ടുള്ള ആഹാരം എന്ന് പറയുന്നത്. മിതം എന്ന് പറയുന്നത് ആവശ്യത്തിനുള്ളത് എന്നർത്ഥം, ഹിതം ഗുണമുള്ളത്, യുക്തം എന്ന് പറയുന്നത് യോജിച്ചത്, അതായത് ആവശ്യത്തിനുള്ളതും ഗുണമുള്ളതും യോജിച്ചതുമായിട്ടുള്ള ആഹാരശീലങ്ങളാണ് ശരിയായിട്ടുള്ള
ആഹാരത്തിന് അനുയോജ്യമായിട്ടുള്ളത്. ഓക്കെ, ഈ ശരിയായ വ്യായാമത്തിന് യോഗാസനങ്ങൾ അനുഷ്ഠിക്കുക എന്നാണ് പറയാം. ശരിയായ ശ്വാസോച്ഛ്വാസത്തിന് പ്രാണായാമം, ഞാൻ യോഗാസനവും പ്രാണായാമൊക്കെ വഴിയെ പറയാം വിശദമായിട്ട്. ശരിയായിട്ടുള്ള മാനസികാവസ്ഥയ്ക്ക് ധ്യാനവും പരിശീലിക്കുക എന്നാണ് യോഗശാസ്ത്രം നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചാൽ ശരിയായിട്ടുള്ള ആരോഗ്യം ലഭിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ അഭാവവും ഏറ്റക്കുറച്ചിലും തീർച്ചയായിട്ടും ആരോഗ്യത്തെ ബാധിക്കും. അപ്പൊ അറിഞ്ഞും അറിയാതെയും ഇവയിൽ താളപ്പിഴകൾ സംഭവിക്കുമ്പോൾ ശരീരത്തിന്റെ നേരമായിട്ടുള്ള ജൈവിക പ്രക്രിയയുടെ താളം തെറ്റുകയും അത് പലതരത്തിലുള്ള രോഗങ്ങൾക്കും കാരണമായിട്ട് തീരുകയും ചെയ്യും. അപ്പൊ ശരിയായിട്ടുള്ള ആഹാരവും ശരിയായിട്ടുള്ള വ്യായാമവും ശരിയായിട്ടുള്ള ശ്വാസോച്ഛ്വാസവും ശരിയായിട്ടുള്ള മാനസികാവസ്ഥ ഉണ്ടായാല് ശരിയായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവും എന്നർത്ഥം. ഓക്കെ, അപ്പോ ഇത് 4 ഉണ്ടായാൽ മാത്രം പോരാ. ഒരു മനുഷ്യജന്മം അങ്ങനെ പൂർണ്ണമാവില്ല. നമുക്ക് ഒരു നല്ല വ്യക്തിരൂപം കൂടി ഉണ്ടാവണം. അതിനാണ് യോഗയിൽ യമനിയമങ്ങൾ അനുഷ്ഠിക്കുക എന്ന് പറയുന്നത്. ഇതാണ് യമനിയമങ്ങൾ. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇത് യോഗയിലെ അഷ്ടാംഗങ്ങൾ എന്ന് പറയും. അതായത് 8 അംഗങ്ങൾ. ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണമാണ് യമനിയമങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് ഒരു നല്ല വ്യക്തിരൂപം കൈവരിക്കുന്നതിന് വേണ്ടി അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് യമനിയമങ്ങളിൽ ഇങ്ങനെ ഈ പറയുന്നതാണ് യമനിയമങ്ങളിലുള്ള കാര്യം. മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള സംസ്കരണത്തിന് വേണ്ടി ക്രമമായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു അനുഷ്ഠാന പദ്ധതിയാണ്. അടുത്ത സ്ലൈഡ് കാണിക്കാം. യമം എന്ന് പറഞ്ഞാൽ അഹിംസ, സത്യം, ആസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം എന്നിങ്ങനെ 5 ഉപവിഭാഗങ്ങളുണ്ട്. ഇവയെല്ലാം മനുഷ്യന്റെ സാമൂഹികമായിട്ടുള്ള സംസ്കരണത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുന്നു. നിയമം ശൗചം, സന്തോഷം, തപസ്, സാധ്യായം, ഈശ്വര പ്രണിധാനം എന്നിങ്ങനെ 5 ഉപവിഭാഗങ്ങളാണ് നിയമത്തിലുള്ളത്. ഇവയെല്ലാം തന്നെ മനുഷ്യന്റെ വ്യക്തിപരമായിട്ടുള്ള ഉത്കർഷത്തിന് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുക. സ്ലൈഡ് മാറ്റാം. അപ്പൊ ഇതിൽ അഹിംസ, സത്യം, ആസ്തേയം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. അഹിംസ എല്ലാവർക്കും അറിയാം. ഒന്നിനെയും ഹിംസിക്കാതിരിക്കുക, സത്യം പറയുക. ആസ്തേയം അന്യന്റെ മുതലുകൾ മോഷ്ടിക്കാതിരിക്കുക എന്നാണ്. ബ്രഹ്മചര്യം നമ്മുടെ മോഹങ്ങളെയൊക്കെ നിയന്ത്രിക്കുക എന്നാണ്. ഇന്ദ്രിയങ്ങളുടെ മോഹങ്ങളെയൊക്കെ നിയന്ത്രിക്കുക എന്നാണ് ബ്രഹ്മചര്യത്തിന്റെ ഒരു ചുരുക്കരൂപം. അപരിഗ്രഹം എന്ന് പറയുന്നത് അത്യാഗ്രഹം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ 5 തരത്തിലുള്ള ഉപവിഭാഗങ്ങളാണ് യമത്തിലുള്ളത്. നിയമം ശൗചം എന്ന് പറയുന്നത് ശുചിത്വം, സന്തോഷം നമ്മുടെ ആത്മസംതൃപ്തി, അത് തന്നെയാണ്. തപസ് ഒരു കാര്യം, ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ അതിൽ മനഃശരീരത്തിനെ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു നിലയാണ് തപസ് എന്ന് പറയുന്നത്. പിന്നെ സ്വാധ്യായം ആത്മപരിശോധനയാണ്. നമ്മുടെ മികവുകളും കുറവുകളും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു പരിശീലനത്തിനെയാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. പിന്നെ ഈശ്വര പ്രണിധാനം, നമ്മുടെ ഉള്ളിലുള്ള ആത്മത്തായിട്ടുള്ള ഈശ്വരനിൽ, ഈ പ്രപഞ്ചത്തിൽ അതീതമായിട്ടുള്ള ഒരു ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് സമർപ്പിക്കുന്നത്. അങ്ങനെ ഈ 10 കൽപ്പനകൾ നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു വ്യക്തിരൂപം കൈവരും എന്നാണ് യോഗശാസ്ത്രം അനുശാസിക്കുന്നത്. അപ്പോ ആദ്യം നല്ല ആരോഗ്യത്തിന് വേണ്ടി 4 കർമ്മങ്ങളും കൂടാതെ ഈ യമനിയമങ്ങളും അനുഷ്ഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിരൂപവും നമുക്ക് കൈവരും. ഇനി യോഗയുടെ ചതുർപാതകളെ കുറിച്ച് പറയാം. ഞാൻ നിയമങ്ങളും അതിന്റെ സിദ്ധാന്തങ്ങളും ഒക്കെ കുറെ അധികം പറഞ്ഞിട്ട് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ
ഒന്ന് സ്പർശിക്കാതെ വയ്യ. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിക്കുന്നത്. യോഗയുടെ ചതുർപാതകൾ എന്ന് പറയുന്നത്, അതായത് 4 പ്രധാനപ്പെട്ട പാതകളാണ്. രാജയോഗം, ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം. അതില് രാജയോഗമാണ് ശ്രേഷ്ഠമായത് എന്ന് പറയും. മനോനിയന്ത്രണത്തിനും ശരീര സംസ്കരണത്തിനുമായിട്ട് ശാസ്ത്രീയമായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള അനുഷ്ഠാന പദ്ധതിയാണ് രാജയോഗം. ഇത് യോഗങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായതെന്നാണ് പറയാം. ഇനി യോഗയുടെ അനുഷ്ഠാനം എങ്ങനെയൊക്കെയാണ് എന്ന് ഒന്ന് ഞാൻ സൂചിപ്പിക്കാം. സ്ലൈഡ് നമ്പർ 7 അങ്കിൾ, അതൊന്ന് വലുതാക്കി കാണിക്കാമോ? ആളുകൾക്കൊന്ന് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി. യെസ്. അപ്പൊ യോഗ അനുഷ്ഠാനം ഇങ്ങനെ ചിട്ടയായിട്ടാണ് അനുഷ്ഠിക്കുക. യോഗനിദ്ര, പ്രാണായാമം, സൂക്ഷ്മ വ്യായാമങ്ങൾ അല്ലെങ്കിൽ ശിഥിലീകരണ വ്യായാമങ്ങൾ, സൂര്യ നമസ്കാരം, യോഗാസനങ്ങൾ, വിശ്രമാസനങ്ങൾ, ധ്യാനം എന്നിങ്ങനെയാണ് ചിട്ടയായിട്ട് പരിശീലിക്കുക. ഇതിൽ ഓരോന്നായിട്ട് ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് നിങ്ങൾക്ക് വിശദമാക്കി തരാം. ആദ്യം യോഗനിദ്ര. യോഗനിദ്ര എന്ന് പറയുന്നത് ബോധത്തോടെയുള്ളതും അതോടൊപ്പം തന്നെ ജാഗ്രതയും ധാരണയും ചേർന്നിട്ടുള്ള അവസ്ഥയിലുള്ളതായിട്ടുള്ള നിദ്രയാണ്. ആഴമേറിയ നിദ്രയിൽ നിന്ന് ലഭിക്കുന്ന പൂർണ്ണമായിട്ടുള്ള വിശ്രമവും ഉന്മേഷവും ഉണർവും ഊർജ്ജസ്വലതയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ യോഗനിദ്ര പരിശീലിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും. മാത്രമല്ല, ഒപ്പം മനസ്സിലെ ചിന്തകളെയൊക്കെ നിയന്ത്രിച്ച് ആശങ്കകളും ഉത്കണ്ഠകളും പിരിമുറുക്കവും സംഘർഷവും ഒക്കെ അയച്ച് ശാന്തവും സ്വസ്ഥവും സ്വാസ്ഥ്യവും കൈവരിക്കാൻ വേണ്ടിയിട്ട് യോഗനിദ്ര പരിശീലിക്കും. അപ്പൊ യോഗനിദ്ര സാധാരണഗതിയിൽ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമ്മൾ എല്ലായിടത്തും തിരഞ്ഞാൽ കാണുക ഗൈഡഡ് മെഡിറ്റേഷൻ ആണ്. അതായത് നിർദ്ദേശങ്ങളിലൂടെ ഉള്ള ധ്യാനമാണ്. അത് യോഗാചാര്യന്റെ നിർദ്ദേശപ്രകാരം അനുഷ്ഠിക്കാം. ഇല്ലെങ്കിൽ സെൽഫ് ഗൈഡഡ് മെഡിറ്റേഷൻ എന്ന് പറയും. അവനവൻ തന്നെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള പരിശീലനം എന്ന് പറയാം. അപ്പോ ഈ നിർദ്ദേശങ്ങൾ നൽകുന്ന എങ്ങനെയാ വെച്ചാൽ യോഗനിദ്ര അനുഷ്ഠിക്കുന്നതിന്റെ ഒരു ചെറിയൊരു വിധം ഞാൻ പറയാം. കാരണം ഒരുപാട് പരിമിതികളുണ്ട് നമുക്ക് അത് പറഞ്ഞു തരാനായിട്ട്. എന്നാലും അതിന്റെ അനുഷ്ഠിക്കുന്ന ഒരു രീതി എങ്ങനെയാണ്, അതിന്റെ ഗുണം എന്താണ് എന്ന് ഞാനൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. സ്ലൈഡ് മാറ്റാം. അപ്പോ യോഗനിദ്ര ഇങ്ങനെ ശാന്തമായിട്ട് ഒരിടത്ത് കിടന്നുകൊണ്ട്, മലർന്നു കിടന്നുകൊണ്ട് കൈകൾ ശരീരത്തിൽ നിന്നും 1 അടി അകലത്തിൽ വെച്ച്, കാലുകൾ 2 അടി അകലത്തിൽ വെച്ച് ശാന്തമായി കണ്ണുകൾ അടച്ചുകൊണ്ട് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും മനസ്സിൽ കാണുക. കാലിന്റെ പെരുവിരലുകൾ മുതൽ ശിരസ് വരെയുള്ള ഓരോ ഭാഗങ്ങളെയും മനസ്സിൽ കണ്ടുകൊണ്ട്, മനസ്സിൽ പറഞ്ഞുകൊണ്ട് വിശ്രമാവസ്ഥയിലേക്ക് ഇങ്ങനെ നയിക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട്. ശിരസ് കഴിഞ്ഞ് കണ്ണുകൾ, മൂക്ക്, ചുണ്ടുകൾ, കവിളുകൾ, കാതുകൾ, ശരീരത്തിന്റെ പുറംഭാഗം, പിന്നെ ആന്തരികാവയവങ്ങൾ, അങ്ങനെ ഓരോ ഭാഗങ്ങളെയും മനസ്സിൽ കണ്ട് മനസ്സിൽ പറഞ്ഞാണ് വിശ്രമാവസ്ഥയിലേക്ക് നയിക്കുന്നത്. ശ്വാസം ദീർഘമായി എടുത്ത് ചിന്തകളെല്ലാം നിയന്ത്രിച്ച് ശ്വാസത്തിന്റെ അകത്തേക്കും പുറത്തേക്കുമുള്ള പോക്കും വരവും ഇങ്ങനെ ആഴത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ നേരത്തെ സ്പന്ദനങ്ങളെ കാതോർത്തുകൊണ്ട് ശാന്തമായി വിശ്രമിക്കുക. അപ്പോ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഒരു നേരത്തെ ഉറക്കത്തിലേക്ക് ഇങ്ങനെ മെല്ലെ പോകും. ബോധാബോധത്തിന്റെ ഇടയിലുള്ള ഒരു സ്റ്റേജ്. ആ ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മള് ആചാര്യൻ, നമ്മൾ നയിക്കുന്ന ഗൈഡഡ് മെഡിറ്റേഷൻ നമുക്ക് പറഞ്ഞു തരുന്ന ആചാര്യൻ നമുക്ക് നിർദ്ദേശങ്ങൾ തരികയാണ്. അങ്ങനെ വിഷ്വലൈസേഷൻ, നമ്മൾ സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതും ശാന്തിയും സമാധാനവും സ്വാസ്ഥ്യവും ഒക്കെ കൈവരിക്കുന്നതായിട്ട് ഇങ്ങനെ സങ്കല്പിക്കാനായിട്ട് പറയുന്നു. മനസ്സിൽ നമ്മൾ അത് ആവർത്തിച്ച് ഉരുവിടുന്നു. ശരീരം, ആ ഊർജപ്രവാഹം ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഓരോ ശ്വാസത്തോടൊപ്പവും പോസിറ്റീവായ എനർജി ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ അറിയും.
അത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നത് അറിയും. ആ ഊർജപ്രവാഹം കൊണ്ട് ഊർജ്ജസ്വലനായിട്ടും ഉന്മേഷവാനായിട്ടും ആരോഗ്യവാനായിട്ട് തീരുന്നത് സങ്കല്പിക്കും. ഇങ്ങനെ ഗൈഡ് ചെയ്യും. ഇത് പല രീതിയിലാണ്. എന്നിട്ട് ആ ഒരു അവസ്ഥയിൽ നിന്നും മെല്ലെ മെല്ലെ ശാന്തമായി ആ പ്രശാന്തതയിൽ നിന്നും പൂർണ്ണ വിശ്രാന്തിയിൽ നിന്നും വീണ്ടും തിരിച്ച് സാധാരണ അവസ്ഥയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് ഗൈഡഡ് മെഡിറ്റേഷനിൽ ചെയ്യാറ്. നമുക്ക് അത്ഭുതകരമാണ് ഈ യോഗനിദ്രയുടെ ഒരു ഫലം എന്ന് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നും. ഈ ശാന്തിയൊക്കെ എവിടെയായിരുന്നു, ഈ പ്രശാന്തത എവിടെയായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പൊ അതിശയകരമായിട്ടുള്ള ഒരു ഫലസിദ്ധിയാണ് യോഗനിദ്രയിലൂടെ ലഭിക്കുക. ലോകത്താകമാനം അനേകം ആളുകൾ യോഗനിദ്രയിൽ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഞാനും ചെയ്യാറുണ്ട് ഒരുപാട്. അതിനുവേണ്ടി തനിയെ തയ്യാറാക്കിയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ ഞങ്ങൾ ഉപയോഗിക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ ആന്തരികമായിട്ടുള്ള മുറിവുകളെ, ബാല്യത്തിലൊക്കെ നമുക്ക് ഏറ്റ മുറിവുകൾ ഉപബോധ മനസ്സിൽ അങ്ങനെ അടിഞ്ഞുകൂടി ഇങ്ങനെ കിടക്കും. ബാല്യത്തിൽ നിന്ന് തുടങ്ങി പോയ കാലം വരെ ഒക്കെ തന്നെ ഒരു ഹാർഡ് ഡിസ്കിൽ സൂക്ഷിച്ചതുപോലെ ഉപബോധ മനസ്സിൽ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ഈ മുറിവുകളെ ഒക്കെ തന്നെ നമ്മളെ ഇപ്പോഴത്തെ വർത്തമാനകാല ജീവിതത്തിൽ എല്ലാം ഒരുപാട് അത് ദോഷകരമായിട്ട് നമ്മളെ ബാധിക്കും. അപ്പൊ അതിനൊക്കെ നീക്കം ചെയ്യാൻ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട്, സെൽഫ് എസ്റ്റീം, അവനവനുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട്, ധൈര്യം കൈവരിക്കാനായിട്ട്, നമ്മുടെ ഭയം, ഉത്കണ്ഠ ഒക്കെ മാറ്റാനായിട്ടുള്ള ഗൈഡഡ് വിഷ്വലൈസേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള തനിയെ തയ്യാറാക്കിയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ ഒക്കെ യോഗനിദ്രയിൽ ഉപയോഗിക്കും. ഇതാണ് യോഗനിദ്ര എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ശൈലികളാണ്. എന്നാലും അതിന് ആത്യന്തികമായിട്ട് ഒരു ചിട്ടയുണ്ട്. ഈ പറഞ്ഞതാണ് യോഗനിദ്ര. ഇനി പ്രാണായാമം, അത് കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല. പ്രാണ എന്ന് പറഞ്ഞാൽ ജൈവോർജം, അതായത് നമ്മുടെ ശരീരത്തിന്റെ ജീവസായിട്ട് നിലനിർത്താനുള്ള ഓക്സിജനാണ് പ്രാണൻ എന്ന് പറയുന്നത്, അതായത് ജൈവോർജം. അയം എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക, അതായത് പ്രാണനെ നിയന്ത്രിക്കുന്നു, ജൈവോർജത്തെ നിയന്ത്രിക്കുന്നു. ആ അനുഷ്ഠാനത്തെയാണ് പ്രാണായാമം എന്ന് പറയുന്നത്. ശ്വാസം അകത്തേക്ക് എടുക്കുന്നത്, പുറത്തേക്ക് വിടുന്നത്, പിടിച്ചു നിർത്തുന്നത്, ഇതൊക്കെ അങ്ങനെ ചിട്ടയായിട്ടാണ് ചെയ്യുക. അകത്തേക്ക് എടുക്കുന്നത് പൂരകം, പുറത്തേക്ക് വിടുന്നത് രേചകം, പിടിച്ചു നിർത്തുന്നതിന് കുംഭകം. അത് അകത്ത് പിടിച്ചു നിർത്തുന്നതും പുറത്ത് പിടിച്ചു നിർത്തുന്നതും ഉണ്ട്. അന്തർകുംഭകം, ബഹിർകുംഭകം എന്ന് പറയും. അപ്പോ പ്രാണായാമം ഈ കാലത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടായിരിക്കും, ശ്വസനക്രിയകളും പ്രാണായാമം അനുഷ്ഠിക്കാനായിട്ട്. കാരണം ശ്വാസകോശത്തിന്റെ കഴിവുകളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം കൂടിയാണ്. പ്രാണായാമത്തിൽ വിവിധ തരത്തിലുള്ള പ്രാണായാമങ്ങളുണ്ട്. സൂര്യഭേദൻ, ചന്ദ്രഭേദൻ, അനുലോമ വിലോമ, അല്ലെങ്കിൽ നാഡീശുദ്ധി, ഭ്രമരി, ഭസ്ത്രിക, ഇങ്ങനെ കുറെ പ്രാണായാമങ്ങൾ. പിന്നെ അതിൽ ശ്വസനക്രിയ, പ്രാണായാമത്തിന് മുൻപ് ശ്വസനക്രിയ ചെയ്യും. അത് അബ്ഡോമിനൽ ബ്രീത്തിങ്, ചെസ്റ്റ് ബ്രീത്തിങ്, ഷോൾഡർ ബ്രീത്തിങ്. പിന്നെ ഇത് മൂന്നും കൂടി അനുഷ്ഠിക്കുന്ന ഫുൾ യോഗിക് ബ്രീത്തിങ് എന്നൊക്കെ പറയും. അപ്പൊ ഇതാണ് പ്രാണായാമം. പ്രാണായാമം പരിശീലിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരീരത്തിനകത്തേക്ക് കൂടുതൽ ഓക്സിജൻ കടന്നതില്ലേ, അത് രക്തത്തിൽ കലർന്ന ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തി കൂടുതൽ ജീവസായിട്ട് ഊർജ്ജസ്വലരായിട്ടിരിക്കാനും നമുക്ക് സാധിക്കും. അപ്പൊ പ്രാണായാമം പരിശീലിച്ച് നമ്മുടെ ദിവസം ആരംഭിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ അത്യന്തം ഊർജ്ജസ്വലരായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ മുഴുകാൻ സാധിക്കും. ഓക്കെ, ഇനി സൂക്ഷ്മ വ്യായാമങ്ങൾ അല്ലെങ്കിൽ ശിഥിലീകരണ വ്യായാമങ്ങൾ യോഗാനുഷ്ഠാനത്തിനകത്ത് വരുന്ന ഒന്നാണ്, മൂന്നാമത്തെ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ യോഗ ആസനം ആരംഭിക്കുന്നതിന് മുൻപ് ഒന്ന് ശരീരത്തിനെ വഴക്കപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചെറിയ ആസനങ്ങളാണ്
ശിഥിലീകരണ വ്യായാമങ്ങൾ അല്ലെങ്കിൽ സൂക്ഷ്മ വ്യായാമങ്ങൾ എന്ന് പറയുന്നത്. ചെറിയ ചെറിയ ആസനങ്ങളാണ് അത്. ഇനി സൂര്യ നമസ്കാരം കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ക്ലാസിക്കൽ ടൈപ്പ് സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് 12 ആസനങ്ങളാണ്. 12 ആസനങ്ങൾ, വിവിധ തരത്തിലുള്ള ആസനങ്ങൾ. അതിനകത്ത് ചില ആസനങ്ങൾ ആവർത്തിക്കും. ഈ ആസനങ്ങളൊക്കെ തന്നെ പ്രാണായാമവുമായിട്ട് വിദഗ്ധമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ശ്വാസപ്രശ്വാസങ്ങൾ, അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും പിടിച്ചു നിർത്തുന്നതും ഒക്കെ വളരെ വിദഗ്ധമായിട്ട് ഓരോ നിലകളിലും കൃത്യമായിട്ട് ചിട്ടയോട് കൂടിയിട്ടാണ് അനുഷ്ഠിക്കുക. അപ്പൊ ഒരു കാലിന് നമ്മൾ 12 ആസനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കാലിന് 12 ആസനങ്ങൾ ചെയ്യും. അങ്ങനെ 24 ആയാലും ഒരു സെറ്റായി. ചിലർക്ക് ഒരു 5ഓ 6ഓ ഓരോരുത്തരുടെ ശാരീരിക കഴിവിനനുസരിച്ച് ഒക്കെ പരിശീലിച്ചാല് മറ്റു യോഗാസനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് പോലെ സമയക്കുറവൊക്കെ ഉള്ള ആളുകൾക്ക് സൂര്യ നമസ്കാരം മാത്രം അനുഷ്ഠിച്ച് നമ്മൾ ഒരു ദിവസം ആരംഭിക്കാം. കുറച്ചധികം ആസനങ്ങൾ അനുഷ്ഠിക്കുന്നതിന്റെ ഗുണം ലഭിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അതാണ് സൂര്യ നമസ്കാരം. ഇനി യോഗാസനങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ എല്ലാ വ്യവസ്ഥകൾക്കും ഗുണം ലഭിക്കുന്ന പലതരം ആസനങ്ങൾ ചേർന്നതാണ്. അപ്പൊ ഈ ആസനങ്ങളൊക്കെ തന്നെ നിന്നുകൊണ്ട് പരിശീലിക്കുന്നതുണ്ട്, ഇരുന്നു കൊണ്ട് പരിശീലിക്കുന്നതുണ്ട്, മലർന്നു കിടന്നുകൊണ്ട് പരിശീലിക്കുന്നുണ്ട്, കമിഴ്ന്നു കിടന്നുകൊണ്ട് പരിശീലിക്കുന്നതുണ്ട്. അപ്പോ ഓരോ ആസനങ്ങൾക്കും ഓരോ ഗുണങ്ങളാണുള്ളത്. അപ്പൊ പലതരം ആസനങ്ങൾ ചേർന്നതാണ് യോഗാസനങ്ങൾ. ഉദാഹരണത്തിന് നിന്നുകൊണ്ട് ചെയ്യുന്നത് വൃക്ഷാസനം, പാദഹസ്താസനം, ഹസ്ത ഉത്താനാസനം, വീരഭദ്രാസനം, അങ്ങനെ കുറെ ആസനങ്ങൾ. ഇരുന്നു കൊണ്ട് ചെയ്യുന്നത് പശ്ചിമോത്താസനം, പൂർവോത്തനാസനം, അർദ്ധമത്സ്യേന്ദ്രാസനം, ഇങ്ങനെ കുറെ ആസനങ്ങൾ, നൗകാസനം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മലർന്നു കിടന്നുകൊണ്ട് മേരുദണ്ഡാസനം, സർവാംഗാസനം, ഹലാസനം, സേതുബന്ധനാസനം എന്നൊക്കെ പറയും. ഇങ്ങനെ കുറച്ച് ആസനങ്ങൾ. കമിഴ്ന്നു കിടന്നുകൊണ്ട് ശലഭാസനം, ഭുജംഗാസനം, നൗകാസനം എന്നൊക്കെ. അപ്പോ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും മലർന്നു കിടന്നുകൊണ്ടും കമിഴ്ന്നു കിടന്നുകൊണ്ടും അനുഷ്ഠിക്കുന്ന വിവിധ തരം ആസനങ്ങളുണ്ട്. ഇത് ഓരോന്നിനും ഓരോ ഗുണങ്ങളാണ് ഉള്ളത്. ഈ ചുരുങ്ങിയ സമയത്തിന് ഓരോ ആസനങ്ങളെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങൾ വിവരിക്കാനോ സാധ്യമല്ല. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ധ്യാനം, അതിനെ കുറിച്ചാണ് പറയാനുള്ളത്. ധ്യാനം അറിയാത്തവര് ആരും ഉണ്ടാവില്ല. വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും അതിന്റെ ഗുണം വളരെ വലുതാണ്. ബാഹ്യലോകത്തു നിന്നും നിഷ്ക്രമിച്ച് മനസ്സിനെ ശാന്തമാക്കി കണ്ണുകൾ അടച്ച് അവനവന്റെ ഉള്ളിലേക്കുള്ള നോട്ടമാണ്, ആഴത്തിലുള്ള നോട്ടമാണ് ധ്യാനം എന്ന് ചുരുക്കി പറയാം. അതായത് നമ്മുടെ ശ്വാസത്തിനെ ആഴത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ ശാന്തമായി കണ്ണുകൾ അടച്ച് ഒരു നിലയിൽ ഇരുന്നു കൊണ്ടാണ് ധ്യാനം അനുഷ്ഠിക്കുക. ആന്തരികമായിട്ടുള്ള ഒരു ശാന്തി, നമ്മളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ ശാന്തി നമ്മൾ അറിയാതെ ഇങ്ങനെ പുറത്തേക്ക് പ്രവഹിക്കുന്ന കാണാം. ഇത് എവിടെയായിരുന്നു ഇത്ര നാളും എന്ന് നമുക്ക് തോന്നും. എന്നോടൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ശാന്തി ഉള്ളത്. അത് നമുക്ക് കണ്ടെത്തേ വരും. അതിന് കുറച്ചു നേരം ഒന്ന് ശാന്തമായിട്ടിരുന്നാൽ മനസ്സിന്റെ ഉള്ളിലുള്ള പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും ആശങ്കകളും അനാവശ്യമായിട്ടുള്ള ചിന്തകളെയും ഒക്കെ ഏകീകരിക്കാനും നിയന്ത്രിക്കാനും സാധിക്കും. അപ്പൊ ഇതാണ് ധ്യാനം. ധ്യാനം പലതരത്തില് ഇരുന്നു കൊണ്ടാണ് പരിശീലിക്കുക. അപ്പോ പത്മാസനത്തിലിരിക്കും, ചിലര് വജ്രാസനത്തിലിരിക്കും, സുഖാസനത്തിലിരിക്കും, അർദ്ധപത്മാസനത്തിലിരിക്കും, ഇല്ലെങ്കിൽ സിദ്ധാസനത്തിലിരിക്കും. എന്തായാലും ഇരുന്നു കൊണ്ട്
ഇതൊന്നും സാധിക്കാത്ത ആളുകൾക്ക് നമ്മളിപ്പോ ഒരു യാത്രയിലാണെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ജോലി ചെയ്യുകയാണെങ്കിലും തന്നെ ആ ജോലിയുടെ ഇടയിൽ നിന്നും കുറച്ചു നേരം അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് കണ്ണുകൾ അടച്ച് ആ ഇരുന്ന ഇരിപ്പിൽ നിവർന്നിരുന്ന ശരീരത്തെ ഒന്ന് ശാന്തമാക്കി കാലുകളൊക്കെ ഒന്ന് നീട്ടിവെച്ച് കൈകളൊക്കെ അയച്ചു വെച്ച് കണ്ണുകൾ അടച്ച് ശ്വാസം ദീർഘമായി എടുത്ത് അകത്തേക്ക് എടുത്ത് നിശ്ചലമായ ശ്വാസത്തെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ചിരുന്നാലും മതി. ഇതിനും ധ്യാനം എന്ന് പറയാം. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിനകത്ത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സ്വാസ്ഥ്യം കൈവരിക്കണം എന്ന് തോന്നിയാൽ, എന്തെങ്കിലും അസ്വസ്ഥതകൾ നമ്മളെ അലട്ടുന്നെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യമോ നിയന്ത്രിക്കാനാവാത്ത എന്തെങ്കിലും വികാരങ്ങളോ നമ്മൾ തന്നെ അലട്ടുന്നുണ്ടെന്ന് തോന്നിയാൽ പെട്ടെന്ന് പൊടുന്നനെ നമുക്ക് ഒന്ന് ശാന്തി കൈവരുത്താൻ വേണ്ടിയിട്ട് യോഗനിദ്രയോ അല്ലെങ്കിൽ ധ്യാനോ അനുഷ്ഠിച്ചാൽ മതി. വളരെ എളുപ്പമാണ്. അതൊന്ന് പരിശീലിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണം എല്ലാവർക്കും വളരെ ഗൗരവമായിട്ട് മനസ്സിലാവും. തീർച്ചയായിട്ടും. അപ്പോ ഇത്രയൊക്കെയാണ് യോഗ അനുഷ്ഠാനത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം നിങ്ങളെന്നെ. യോഗനിദ്ര, പ്രാണായാമം, ശിഥിലീകരണ വ്യായാമങ്ങൾ അല്ലെങ്കിൽ സൂക്ഷ്മ വ്യായാമങ്ങൾ, സൂര്യ നമസ്കാരം, യോഗാസനങ്ങൾ, ധ്യാനം, ഇങ്ങനെ ആണ് യോഗയിലുള്ള അനുഷ്ഠിക്കുന്ന ഓരോ കാര്യങ്ങൾ. ഓക്കെ, ഇനി യോഗ അഭ്യസിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് യോഗ അഭ്യസിക്കുന്നതിന് തീർച്ചയായിട്ടും ഒരു ഗുരുവിന്റെ സാന്നിധ്യവും മാർഗനിർദ്ദേശവും നമുക്ക് ആവശ്യപ്പെടും. അപ്പോ അദ്ദേഹത്തിന്റെ ശ്രദ്ധയും കരുതലും നമുക്ക് തീർച്ചയായിട്ടും വേണം. കാരണം ഓരോരുത്തരുടെ ശാരീരിക അവസ്ഥ, അപ്പോഴത്തെ ആരോഗ്യസ്ഥിതി, വൈവഴക്കം. ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓരോരുത്തരുടെ മെയ്വഴക്കം ഒക്കെ വ്യത്യസ്തമായിരിക്കും. അത് ഗുരുവിനോട് പറഞ്ഞു കൊടുത്ത് ഗുരുവിനെ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിന്റെ വിദഗ്ധമായിട്ടുള്ള ശിക്ഷണത്തിൽ വേണം അത് ചെയ്യാനായി. എന്നാൽ മാത്രമാണ് തീർച്ചയായിട്ടും ഗുരുവിന് നിങ്ങളുടെ പരിമിതികൾക്കും കഴിവുകൾക്കും ഒക്കെ അനുസരിച്ച് യോഗ ചിട്ടപ്പെടുത്തി നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് യോഗ്യനും അനുഭവസ്ഥനുമായിട്ടുള്ള ഒരു യോഗാചാര്യനെ കണ്ടെത്തിയിട്ട് വേണം നിർബന്ധമായിട്ടും യോഗ പരിശീലിക്കാനായിട്ട്. അങ്ങനെ ശാസ്ത്രീയമായിട്ട് പരിശീലിക്കുകയും അഭ്യസിക്കുകയും കൂടി ചെയ്യണം. അപ്പോഴാണ് അതിന്റെ ഗുണം ശരിയായിട്ടുള്ള രീതിയിൽ ലഭിക്കുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ആളുകള് നെറ്റിൽ നിന്നൊക്കെ അങ്ങനെ യൂട്യൂബിലും വിമിയോയിലും ഡെയിലി മോഷനിലൊക്കെ തെരഞ്ഞ വീഡിയോ ഒക്കെ കണ്ടുപിടിച്ച് അതൊക്കെ പരിശീലിക്കാനൊക്കെ ആയിട്ട് പോവാറുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളെ കാണാതെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ആണ് അതൊക്കെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല അത്. എല്ലാ ആസനങ്ങളും ഓരോരുത്തരുടെ ശാരീരിക പരിമിതികളും കഴിവുകളും ഒക്കെ വ്യത്യസ്തമാണല്ലോ. അതുകൊണ്ട് അത്തരം തെറ്റായിട്ടുള്ള പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത്. ഓരോ വീഡിയോന്റെ മുൻപിൽ ഒരു ഡിസ്ക്ലൈമർ എഴുതിയിട്ടുണ്ടാവും. ആ ഡിസ്ക്ലൈമർ ഒന്ന് വളരെ വിശദമായിട്ട് വായിക്കുന്നത് നന്നായിരിക്കും. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മുൻകൂർ ജാമ്യം അവരെല്ലാവരും എടുത്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പൊ ആദ്യം ഒരു നല്ല അനുഭവസ്ഥനും യോഗ്യനുമായിട്ടുള്ള ഒരു ആചാര്യന്റെ ശിക്ഷണം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അത്തരത്തിൽ റെഫറൻസിനൊക്കെ വേണ്ടി ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അത് ആദ്യമായിട്ട് കാണുമ്പോൾ യോഗ സൂര്യ നമസ്കാരം ആണെങ്കിൽ തന്നെ ഒന്ന് തെരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല തരത്തിലുള്ളത് കാണും. അപ്പൊ നിങ്ങൾ ആകെ ആശയക്കുഴപ്പത്തിലായിരിക്കും. അങ്ങനെ വരരുത്. പിന്നെ യോഗ അഭ്യസനവും ആചരണവും, ഏത് വിദ്യയും അഭ്യസിച്ചുകൊണ്ട് മാത്രമായില്ല, അത് ആചരിക്കുകയും കൂടി വേണം. ഇല്ലെങ്കിൽ അത് നശിച്ചു പോകുന്ന പറയാം. അപ്പൊ അത് നിരന്തരം തേച്ചു മിനുക്കി സാധകം ചെയ്യുമ്പോൾ മാത്രമാണ് അതിന്റെ മൂർച്ച കൂടുള്ളൂ, അല്ലെ? അപ്പോ യോഗയെ സംബന്ധിച്ച് ആചരണവും അനുഷ്ഠാനവും നിർബന്ധമാണ്. അവിടെ ചിട്ടയായി ക്രമമായിട്ട് നമ്മളത് പരിശീലിക്കുക എന്നുകൂടി പറയാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. അങ്ങനെയാണ് യോഗയുടെ ഗുണങ്ങളൊക്കെ ആ രീതിയിൽ പരിശീലിച്ചാൽ മാത്രമാണ് യോഗയുടെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുള്ളൂ. അങ്ങനെ ലഭിക്കുന്ന ഗുണം തീർച്ചയായിട്ടും നമ്മൾ ശ്രമിച്ചാൽ
നമുക്ക് സാധിക്കാവുന്നതും സാധിച്ചാൽ ജീവിതകാലം മുഴുവൻ ഗുണം കിട്ടുന്നതുമാണ് യോഗ എന്ന് നിങ്ങൾ ഓർമ്മിക്കുക. ഞാൻ മനുഷ്യന്റെ ശരീരം വളരെ അത്ഭുതകരമായിട്ടുള്ള അതിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോന്നിന്റെ സ്വഭാവം അനുസരിച്ച് പലതരത്തിലുള്ള വ്യൂഹങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പ്രധാനമായിട്ട് അസ്ഥി, നാഡി, ദഹനേന്ദ്രിയം, ശ്വസനേന്ദ്രിയം, ജനനേന്ദ്രിയം, ഹൃദയവും ധമനികളും, അന്തസ്രാവഗ്രന്ഥി, പ്രതിരോധം എന്നിങ്ങനെ പലതരത്തിലുള്ള ഇത്. അപ്പോൾ ഈ ധർമ്മം പലതരത്തിലുള്ളതാണെങ്കിലും ഇതിന്റെയൊക്കെ തന്നെ ജൈവികമായിട്ടുള്ള ഘടനയനുസരിച്ച് എല്ലാം പരസ്പരം സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. ഈ യോഗയുടെ പരിശീലനം ഓരോ വ്യൂഹങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഗുണം ചെയ്യും. പേശികൾക്കും അസ്ഥികൾക്കും സ്വാഭാവികമായിട്ടുള്ള ചലനവും അയവും നൽകുന്നു. ആന്തരികാവയവങ്ങൾക്ക് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ ഉത്തേജനം നൽകും. രക്തചംക്രമണം സുഗമമാക്കും. ശരിയായിട്ടുള്ള രീതിയിലുള്ള ശ്വസന നിയന്ത്രണം സാധ്യമാവും. ദഹന പ്രക്രിയകൾ കൃത്യമായിട്ട് നടക്കും. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. എല്ലാ വ്യൂഹങ്ങളുടെയും പ്രവർത്തനത്തെ സന്തുലിതമാക്കും. കൂടാതെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും താളലയത്തിലാക്കി ആത്യന്തികമായിട്ട് മനസ്സിനെയും ശരീരത്തെയും കൂട്ടിയിണക്കി ഒരു ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള സൗഖ്യവും പ്രദാനം ചെയ്യും. ഇതാണ് യോഗ മൊത്തം എല്ലാം ചേർന്ന് അനുഷ്ഠിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്. ശരി, മനുഷ്യന്റെ ശരീരവും മനസ്സും തമ്മിൽ അദൃശ്യമായിട്ടുള്ള ഒരു നൂലുകൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള ഉത്കണ്ഠകളും സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ തന്നെ നമ്മളെ ആരോഗ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കും. അതൊക്കെ നമുക്കറിയാം തീർച്ചയായിട്ടും. അപ്പോൾ നിരാശയും ആകുലതകളും നിരന്തരം അലട്ടുന്ന ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിന് പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ മറിച്ച് ഉത്തമമായിട്ടുള്ള ചിന്തകളും പ്രതീക്ഷകളും ശുഭാപ്തി വിശ്വാസമൊക്കെ വെച്ച് പുലർത്തുന്ന ആളുകളുടെ ആരോഗ്യത്തിന് ഗുണമുണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ശമനവും സൗഖ്യവും വിമുക്തിയും ഉണ്ടാവും. നമ്മുടെ മനസ്സ് ഒരിടത്ത് നിശ്ചലമായിട്ട് ഇരിക്കുകയാണെങ്കിലും തന്നെ ഇങ്ങനെ പല സ്ഥലത്തേക്കും ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് ദൂരങ്ങളും വിലക്കുകളും ഒന്നും ബാധകമല്ല. അതുകൊണ്ടാണ് ആചാര്യന്മാരും നമ്മുടെ മനസ്സിനെ മദ്യപിച്ചിട്ടുള്ള കുരങ്ങനോടും കടിഞ്ഞാനില്ലാത്ത കുതിരയോടൊക്കെ ഉപമിച്ചിട്ടുള്ളത്. നമ്മൾ കുരങ്ങനൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ ഒരിടത്തും സ്വസ്ഥമായിട്ട് ഇരിക്കില്ല. ഇവിടുന്ന് അപ്പുറത്തേക്ക് ചാടും, മരത്തിന്റെ അപ്പുറത്തേക്ക് ചാടും, അവിടുന്ന് ഇങ്ങോട്ട് ചാടും, പിന്നെ അടുത്തുള്ള ആളൊന്ന് തോണ്ടും, പിന്നെ ഇവിടെ ചൊറിയും, അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും കുരങ്ങൻ. അപ്പൊ മദ്യപിക്ക ഒരു കുരങ്ങനാണെങ്കിൽ പിന്നെ പറയാനില്ലല്ലോ. അപ്പൊ ആചാര്യന്മാര് പറയുന്നത് മദ്യപിച്ച കുരങ്ങനോടാണ്, അതേപോലെ തന്നെ കടിഞ്ഞാണില്ലാത്ത കുതിരയോടാണ് മനസ്സിനെ ഉപമിച്ചിട്ടുള്ളത്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും എന്നാണ്. ഞാനൊരു കഥ പറയാം. ഒരു ഗുരുവും ശിഷ്യനും കൂടിയിട്ട് അവരുടെ ആശ്രമത്തിൽ നിന്നും അടുത്തുള്ള ഒരു കുറച്ച് അകലെയുള്ള ഒരു ക്ഷേത്രത്തേക്ക് പോവാണ്. അവരുടെ കാനനപാതയിലുള്ള വഴി കൂടെ അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ യാത്രയിൽ ഒരു ഇടത്ത് പുഴ കടക്കാനുണ്ട്. പുഴയുടെ അടുത്ത് അവരെത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാണാം, പുഴയുടെ തീരത്ത് ഒരു അതിസുന്ദരിയായിട്ടുള്ള ഗ്രാമീണ യുവതി ഇങ്ങനെ പുഴ കടക്കാനായിട്ട് സംശയിച്ച് നിൽക്കുകയാണ്. ഗുരുവും ശിഷ്യനും അവരുടെ അടുത്തെത്തിയിട്ട് അങ്ങനെ നിന്നു. ഗുരുവിന് മനസ്സിലായി. അപ്പൊ ഗുരു ചോദിച്ചു, പുഴ കടക്കാൻ വേണ്ടി നിൽക്കുകയാണോ? അപ്പൊ സംശയിച്ചു. ശരി, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. സംശയിച്ച് നിൽക്കുന്ന ആ സ്ത്രീയോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ, ഭവ്യതയോട് കൂടിയിട്ട് ഗുരു ചോദിച്ചു. അവരത് വളരെ സന്തോഷത്തോടു കൂടി ശരിയെന്ന് പറഞ്ഞു. ഗുരു അവരെ ചുമലിലേറ്റി പുഴ കടക്കാൻ സഹായിച്ചു. അപ്പുറത്തെത്തി അവരെ അവിടെ ഇറക്കി വിട്ട്
അവരോട് ശിരസ് നമിച്ച് യാത്ര പറഞ്ഞു. അവര് ആ സ്ത്രീ നന്ദിയും പറഞ്ഞ് അവരവരുടെ വഴി കൂടെ നടന്നുപോയി. എന്നാൽ ഗുരു ശിഷ്യനും അവരുടെ പാതയിൽ കൂടെ മുന്നോട്ട് ഇങ്ങനെ നടക്കുകയാണ്. കുറച്ച് ദൂരത്തെത്തിയപ്പോ ഗുരുവിന് ഒരു സംശയം തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോ ശിഷ്യൻ ഇങ്ങനെ വളരെ അസ്വസ്ഥനാണ്. അത് മനസ്സിലാക്കിയിട്ട് ഗുരു ചോദിച്ചു, എന്തു പറ്റി നിനക്ക്? നിന്റെ മനസ്സ് ആകെ അസ്വസ്ഥമാണല്ലോ. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, ഗുരു, അങ്ങയുടെ പോലെ ഒരു സാത്വികനായിട്ടുള്ള ആചാര്യൻ ഇങ്ങനെ ഒരു സുന്ദരിയായ സ്ത്രീയെ ചുമലിലേറ്റി പുഴ കടത്തിയത് ശരിയായില്ലല്ലോ. ഗുരുവിന് കാര്യം മനസ്സിലായി. ഗുരു പറഞ്ഞു, ഞാൻ ആ പുഴ കടത്തിയ ഉടനെ തന്നെ ആ സ്ത്രീയെ അവിടെ ഇറക്കി വിട്ടു. പക്ഷെ നീ ഇപ്പോഴും ചുമലിലേറ്റിക്കൊണ്ട് നടക്കുകയാണല്ലേ. അപ്പോ ഇതാണ് നമ്മുടെ മനസ്സ്. അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ് നമ്മളെ കീഴടക്കുക. ഡൊമിനിക് അങ്കിൾ സ്ലൈഡ് നമ്പർ 8. മഹാഭാരതത്തിൽ അർജുനൻ ശ്രീകൃഷ്ണനോട് പറയുന്നു, അല്ലയോ ഭഗവാനെ, ഈ മനസ്സ് ചഞ്ചലമാണ്. ഇത് ഇന്ദ്രിയങ്ങളെ ക്ഷോഭിപ്പിക്കുന്നതും ലൗകിക സുഖഭോഗങ്ങളിൽ എപ്പോഴും തൽപരവും അടക്കുവാൻ പ്രയാസമുള്ളതുമാണ്. അതിനെ അടക്കുക എന്നത് കാറ്റിനെ പിടിച്ചു കിട്ടുന്നത് പോലെ ദുഷ്കരമാണ്. അപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, അർജുന, മനസ്സ് കീഴടക്കാൻ സമ്മതിക്കാത്തതും ചഞ്ചലവും നിയന്ത്രിക്കാൻ പ്രയാസമുള്ളതുമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും തന്നെ അതിനെ നിയന്ത്രിക്കാവുന്നതാണ്. അപ്പോ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും മനസ്സിനെ നിയന്ത്രിക്കാമെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു. സ്ലൈഡ് മാറ്റാം. അഭ്യാസം എന്ന് പറഞ്ഞാൽ മനസ്സിനെ സ്ഥായിയായ ഒരു അവസ്ഥയിൽ കേന്ദ്രീകരിച്ച് നിർത്തുന്ന പ്രക്രിയയാണ് അഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വ്യക്തിയോടുള്ള വൈരാഗ്യമല്ല, നമ്മുടെ ചുറ്റുപാടുള്ള പ്രലോഭനങ്ങളിൽ നിന്നുള്ള മോചനമാണ്. അതായത് അതിനെ അതിജീവിക്കാനുള്ള പരിശീലനമാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ ചിതയും ചിന്തയും ഒരേപോലെയാണ്. രണ്ടും ഒരുപോലെ തന്നെ നശീകരണ സ്വഭാവമുള്ളതാണ്. ചിത മനുഷ്യ ശരീരത്തെ ദഹിപ്പിക്കുന്നത് പോലെ ചിന്ത മനസ്സിനെയും ദഹിപ്പിക്കും എന്ന് പറയാം. എന്തുകൊണ്ടാണ് നമുക്ക് സംഘർഷങ്ങളും ഉത്കണ്ഠയും അതുപോലെ തന്നെ പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത്? പ്രശ്നങ്ങളും കൊണ്ടാണ്? അല്ല, പ്രശ്നങ്ങളെ കുറിച്ചുള്ള അനാവശ്യമായ ചിന്തകൾ കൊണ്ടാണ്. അപ്പൊ ഈ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ നമ്മുടെ ഉത്കണ്ഠയും അതുപോലെ തന്നെ സംഘർഷവും പിരിമുറുക്കൊക്കെ ഇല്ലാതാക്കാൻ പറ്റും, നമുക്കറിയാം. അപ്പോൾ അതിനുള്ള മാർഗം നമ്മുടെ യോഗശാസ്ത്രത്തിലുണ്ട്. യോഗ അനുഷ്ഠിക്കുക വഴി നമുക്ക് ചിന്തയെ നിയന്ത്രിക്കാനും ഏകീകരിക്കാനുള്ള അപാരമായിട്ടുള്ള കഴിവിനെ ഉത്തേജിപ്പിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് രോഗങ്ങളെയും ചെറുത്തു നിൽക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനുമുള്ള ആന്തരികമായിട്ടുള്ള ശക്തി മനുഷ്യ ശരീരത്തിൽ കുടികൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കാനും നമ്മുടെ ലക്ഷ്യങ്ങളെ നിറവേറ്റുന്നതിനുള്ള അപാരമായിട്ടുള്ള കഴിവും മനുഷ്യ മനസ്സിനുണ്ട്. യോഗചര്യയെ അവലംബിച്ചുകൊണ്ടുള്ള ചിട്ടയും കൃത്യനിഷ്ഠയുമുള്ള ഒരു ജീവിത രീതിയിലൂടെ മനുഷ്യരിൽ കുടികൊള്ളുന്ന ഈ കഴിവുകളെ ഉത്തേജിപ്പിക്കാനും ഉയർത്തിക്കൊണ്ടുവരുവാനും സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ശരീരവും മനസ്സും അനുക്രമമായും താളനിബദ്ധമായും പരസ്പരം ഒരു പ്രത്യേക അനുപാതത്തിൽ ചേരുമ്പോൾ ആ ഒരു നിമിഷം മുതൽക്ക് ശരീരസൗഖ്യവും മനസ്സൗഖ്യവും ഒരുപോലെ ഉണ്ടായി വരുന്നു. ഈ ഒരു അവസ്ഥയെ ശരിയായിട്ടുള്ള ആരോഗ്യം എന്ന് നിർവചിക്കാം നമുക്ക്. നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ അകത്ത് ഒരുപാട് യന്ത്ര സംവിധാനങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും പോഷകങ്ങൾ മാത്രം വേർതിരിച്ച് ശരീരത്തിന്റെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നത്
മാലിന്യങ്ങളെയും ഉച്ഛിഷ്ടങ്ങളെയും അതൊക്കെ തന്നെ പുറത്തേക്ക് തള്ളുന്ന ഒരു സംവിധാനം. അന്തരീക്ഷ വായുവിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനെ വേർതിരിച്ച് രക്തത്തിൽ കലർത്തുന്ന ഒരു സംവിധാനം ശ്വാസകോശം. ഇത് രക്തത്തിൽ കലർത്തി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്ത് എത്തിക്കുന്ന ഹൃദയവും ധമനികളും. കാഴ്ച, കേൾവി, രസങ്ങൾ, ഗന്ധം ഒക്കെ നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്ന പല 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 സംവിധാനങ്ങൾ. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കം കേന്ദ്രമായിട്ടുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് മനുഷ്യ ശരീരം എന്ന് പറയും. എന്തൊരു അത്ഭുതമാണല്ലേ നമ്മുടെ മനുഷ്യ ശരീരം. അപ്പോ അതുകൊണ്ട് ഈ മനുഷ്യ ശരീരത്തിലെ ഓരോ ആന്തരിക അവയവങ്ങളും അവയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലത്താണ് പിടിപ്പിച്ചിട്ടുള്ളത്. അത് വളരെ കാര്യക്ഷമമായിട്ട് നിശബ്ദമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യന്ത്ര സംവിധാനങ്ങളൊക്കെ അതേപോലെ തന്നെ പുറത്ത് ആവിഷ്കരിക്കണമെങ്കിൽ ഒരു അതിശയോക്തിയാണ്. ആവിഷ്കരിക്കണമെങ്കിൽ ഒരു വലിയൊരു ഫാക്ടറി ആയിട്ട് രൂപപ്പെടുത്തുകയാണെങ്കിൽ കുറെ അധികം സ്ഥലം വേണമെന്ന് പറയും. ഈ സ്ഥലം കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന ആ സ്ഥലത്തേക്ക് ഇതിന്റെ ശബ്ദം ഭയങ്കര ശല്യമായിട്ട് മാറും എന്നാണ് പറയാം. അപ്പൊ ശരീരത്തിനകത്തുള്ള ഈ ഓരോ യന്ത്രങ്ങളും കാര്യക്ഷമമായിട്ട് നിശബ്ദമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനൊക്കെ നമ്മൾ ഒന്ന് കരുതലോടെ സംരക്ഷിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ? എങ്ങനെയൊക്കെയോ ജീവിച്ചാൽ മതിയോ? നല്ല ഭക്ഷണം, നല്ല വ്യായാമം, നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ശരിയായിട്ടുള്ള മാനസികാവസ്ഥ, ശരിയായിട്ടുള്ള ശ്വാസോച്ഛ്വാസം, കൂടാതെ നല്ല വ്യക്തി സ്വരൂപം കൂടി കൈവരിച്ച് അങ്ങനെ സന്തോഷകരമായിട്ട് ജീവിക്കാം. യോഗ അതിന് നിങ്ങൾക്ക് സഹായകരമായിട്ട് മാറട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ആദ്യാവസാനം. യോഗ അനുഷ്ഠിക്കുന്ന വിധം മനസ്സിനെയും ശരീരത്തെയും യോജിപ്പിക്കുന്ന അതാണ് യോഗ. യോഗ അനുഷ്ഠിക്കുന്നതിന്റെ ഓരോരോ ഭാഗങ്ങള് അതൊരു ഗുരുവിന്റെ സാന്നിധ്യത്തിലാണ് അനുഷ്ഠിക്കേണ്ടത്. തീർച്ചയായും യോഗ്യനും അനുഭവസ്ഥനായിട്ടുള്ള ഒരാളെ കണ്ടെത്തുക, പരിശീലിക്കുക എന്നുള്ളത്. പിന്നെ ഓരോ യോഗനിദ്ര, ശിഥിലീകരണ വ്യായാമങ്ങൾ, പ്രാണായാമം, സൂര്യ നമസ്കാരം, യോഗാസനങ്ങൾ, ധ്യാനം എന്നിങ്ങനെ എല്ലാം വഴിയെ ഉള്ള ഒരു പരിശീലനം. കൂടാതെ മനസ്സിന്റെ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള യോഗനിദ്രയും ധ്യാനവും പരിശീലിക്കുന്നത്. ഇതെങ്ങനെയൊക്കെയാണ് ഗുണം ശരീരത്തിന് ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ ഓരോരോ ഇതിലായിട്ട് പറഞ്ഞു തന്നത് ഇതുവരെ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതം, മനുഷ്യൻ എന്ന് പറയുന്നത് അനേകം ജീവജാലങ്ങളിൽ ഒന്ന് മാത്രമാണ്. നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട് എന്ന് കരുതി ഈ ഭൂമിയുടെ ആധിപത്യം നമുക്ക് ഏറ്റെടുക്കാൻ സാധ്യമല്ല. നന്ദിയുള്ളവരാവണം നമ്മള്. നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോട്, നമുക്ക് അറിവ് പകർന്നു നൽകിയ ഗുരുക്കന്മാരോട്, നമ്മുടെ ഉള്ളിലെ ഈശ്വരനോട്, അമ്മയ്ക്കും അമ്മയായ പ്രകൃതിയോട് ഒക്കെ നന്ദിയുള്ളവരായിട്ട് ജീവിക്കാം. ഓരോ പ്രഭാതത്തിലേക്ക് നമ്മൾ ഉണരുമ്പോൾ ആ നന്ദി നമ്മൾ രേഖപ്പെടുത്തി കൊണ്ടുവേണം ഉണരാനായിട്ട്. നമ്മളെ ജീവസായിട്ട് നിലനിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അതെപ്പോഴും ഓർക്കണം. അമ്മയ്ക്കും അമ്മയായ പ്രകൃതി. ഈ പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യനില്ല, ഒരു ജീവജാലങ്ങളും ഇല്ല. നമ്മൾ ഹർത്താലും പണിമുടക്കും ബന്ധമൊക്കെ നടത്തും, നഷ്ടം നമുക്ക് മാത്രമാണ്. ഇവിടുത്തെ പ്രകൃതിക്ക് ഒരു നഷ്ടമില്ല. ഒരു ദിവസം നമ്മുടെ മരങ്ങളും ചെടികളൊക്കെ കൂടിയിട്ട് തീരുമാനിക്കുകയാണ്, ഞങ്ങളൊരു പണിമുടക്ക് നടത്താം. ഒരു ദിവസം മുഴുവൻ വേണ്ട ആവശ്യമില്ല, വെറും 10 മിനിറ്റ്. നിങ്ങൾക്കറിയാലോ എന്ത് സംഭവിക്കുന്നത്? ഈ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളുടെയും പണി അതോടെ തീരും. അപ്പൊ അതാണ് ഈ പ്രകൃതിയോട് താതാത്മ്യം പ്രാപിച്ച് അമ്മയ്ക്കും അമ്മയായ പ്രകൃതിയെ പുണർന്ന് അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളണം. സ്ലൈഡ് നമ്പർ 9 ഗവനിക്കമ്പിൾ.
ഇപ്പോ മഹാത്മജി പറയുന്നു നമുക്ക് ആവശ്യമുള്ളതൊക്കെ തന്നെ ഈ പ്രകൃതിയിലുണ്ട്, പക്ഷെ നമ്മുടെ അത്യാഗ്രഹത്തിന് അതൊന്നും തികയില്ല എന്നുള്ളതാണ്. 10 കിണറിന് തുല്യമാണ് ഒരു കുളം, 10 കുളത്തിന് തുല്യമാണ് ഒരു ജലാശയം, 10 ജലാശയത്തിന് തുല്യമാണ് ഒരു പുത്രൻ, 10 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു വൃക്ഷം. വൃക്ഷായുർവേദത്തിലാണ് ഇത് പറയുന്നത്. കാളിദാസൻ പറയുന്നു മഴുവയ്ക്കരുതാരും മരം അത് വിഷമായാൽ പോകും. അപ്പോ ഒരു വിഷത്തിന്റെ മരമായാലും ശരി അതിനെ മുറിക്കരുത് എന്നാണ് കാളിദാസൻ പറയുന്നത്. നമുക്ക് കണ്ണുകൾ അടച്ച് എല്ലാവരും, ഈ ഇരിക്കുന്ന എല്ലാവരും കുറച്ചു നേരത്തേക്ക് ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കണം. കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു വഴിയിലൂടെ ഒരു കാടിന്റെ അകത്തേക്ക് മെല്ലെ ഇങ്ങനെ നടക്കുകയാണ്. പതുക്കെ പതുക്കെ ഇങ്ങനെ നടക്കുകയാണ്. ചുറ്റിലും കിളികളുടെ പാട്ടും ഒക്കെ കേൾക്കുന്നുണ്ട്. മരങ്ങളുടെ തണുപ്പ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളിങ്ങനെ ആ കാഴ്ചകൾ അങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കുന്നു. സങ്കല്പിക്കുക, നിറയെ മരങ്ങൾ, പച്ചമരങ്ങളുടെ ഇടയിൽ ആ തണുപ്പിലൂടെ, ആ തണലിലൂടെ അങ്ങനെ നടക്കുകയാണ്. നിങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ കാണാം മുന്നിൽ ഒരു മരം. ആ മരത്തിന് കീഴെ നിങ്ങൾ ചെന്ന് നിൽക്കുന്നു. ആ മരം കൊള്ളുന്ന വെയിൽ ചൂടാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന തണലും തണുപ്പും. ആ മരത്തിനെ മെല്ലെ നിങ്ങൾ തലോടിക്കൊണ്ട്, പരിപരുത്തതാണെങ്കിലും ആ സ്നേഹവായ്പിനെ നിങ്ങൾ ഉള്ളിലേക്ക് ആഴത്തിൽ എടുക്കുകയാണ്. ആ മരം നിങ്ങളെ സ്നേഹത്തോടെ ശിഖരങ്ങൾ താഴ്ത്തി മെല്ലെ തലോടുന്നത് മനസ്സുകൊണ്ട് അറിയാൻ ശ്രമിക്കുക. ശിഖരങ്ങൾ താഴ്ത്തി ആ മരം നിങ്ങളെ തലോടുന്നത് മനസ്സുകൊണ്ട് അറിയാൻ ശ്രമിക്കുക. ആ സ്നേഹവാത്സല്യങ്ങൾ നുകർന്നുകൊണ്ട് നിങ്ങളങ്ങനെ ആ സ്വച്ഛതയിൽ ലയിച്ചങ്ങനെ നിൽക്കുകയാണ്. സുഗന്ധവ്യാപിയായ ഒരു കാറ്റ് നിങ്ങളെ തലോടുന്നു. കിളികൾ ചിലയ്ക്കുന്നു. അപൂർവമായ ഒരു സുന്ദരമായ ഒരു അനുഭൂതി ലയിച്ചങ്ങനെ നിങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്. മെല്ലെ മെല്ലെ ആ അവസ്ഥയിൽ നിന്നും നിങ്ങൾ തിരികെ നടക്കുന്നു. ആ സാക്ഷാത്തായ ഊർജം നിങ്ങളിൽ ഉള്ളിൽ നിറയുന്നത് നിങ്ങൾ മനസ്സുകൊണ്ട് അറിയുന്നു. ആ ഊർജ പ്രവാഹത്താൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉന്മേഷവും ഊർജസ്വലതയും സൗഖ്യവും കൈവരുന്നത് മനസ്സുകൊണ്ട് അറിയാൻ ശ്രമിക്കുക. ഏറ്റവും സുഖകരമായ ആ അവസ്ഥയിൽ നിന്നും നിങ്ങൾ മെല്ലെ മെല്ലെ തിരിച്ചു വരികയാണ്. കൈകൾ മെല്ലെ കൂട്ടി തിരുമ്മി കണ്ണുകൾക്ക് മുകളിൽ മെല്ലെ give a good massage. ഇനി മെല്ലെ കണ്ണുകൾ തുറക്കാം. നമുക്ക് സ്ലൈഡ് നമ്പർ 10 ലാസ്റ്റ്. വളരെ മാധുര്യവും സ്നേഹവും ഉള്ളവരാണ് നമ്മൾ. ഇതിന് അന്തർമുഖമായി ഇരിക്കാൻ ശീലിക്കണം. എത്രയേറെ മൗനത്തിൽ ധ്യാനത്തിൽ ഇരിക്കുന്നുവോ അത്രയേറെ സ്വയം മാധുര്യവും സ്നേഹവും ഉള്ളവരായി മാറാം. അപ്പോൾ ഉള്ളിലെ ഗുണബീജങ്ങൾ മുഴുവൻ വളരും, പൂവിടും, സുഗന്ധം പരത്തും. ദാദാ ലേഖരാജിന്റെ വരികളാണ്. എല്ലാവർക്കും സുഖവും ദീർഘായുസ്സും ജീവിത വിജയവും ആശംസിക്കുന്നു. എന്റെ സ്നേഹം എല്ലാവർക്കും, ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ നന്ദി. നമസ്കാരം. സർ, ഞാൻ ഷീബ, എറണാകുളത്ത് നിന്നാണ്. യോഗാനുഷ്ഠാനത്തിൽ, നമസ്കാരം സർ, യോഗാനുഷ്ഠാനത്തിൽ വിശ്രമാസനങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. അതിനകത്ത് 1-2 ആസനങ്ങൾ ഒന്ന് പറയാമോ പേരെടുത്ത്?
വിശ്രമാസനം എന്ന് പറഞ്ഞാല് ശവാസനം, മകരാസനം, കമിഴ്ന്ന് കിടന്നുകൊണ്ട് മകരാസനം, വിശ്രമാസനം മലർന്ന് കിടന്നുകൊണ്ടാണ്. പിന്നെ ശശാങ്കാസനം വിശ്രമാസനാണ്, അതായത് വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് മുന്നോട്ട് ചൈൽഡ് പോസ്. ചൈൽഡ് പോസ്. പിന്നെ ഇരുന്നിട്ട് അങ്ങനെയായിരിക്കും വരിക. ബാലാസനം എന്ന് പറയും, കൈകൾ പുറകോട്ട് വയ്ക്കുന്നത്. ബാലാസനം. അതുപോലെ തന്നെ മുദ്രകള്, സിമ്പിൾ ആയിട്ടുള്ള ഒരു 2-3 മുദ്രകൾ ഒന്ന് പറയാമോ? മുദ്രകള് ചിന്മുദ്ര, ഓക്കെ, വിഷ്ണുമുദ്ര. മുദ്രകളൊക്കെ തന്നെ വളരെ ശാസ്ത്രീയമായിട്ട് പഠിക്കേണ്ടതായതുകൊണ്ട് ഓരോന്നിനും അതിന്റെ ചിട്ടയും ചിട്ടവട്ടങ്ങളും ഒക്കെ ഉണ്ട്. കാരണം അറിയാലോ, പഞ്ചഭൂതങ്ങള് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ വിരലുകളും എന്നൊക്കെ. അപ്പൊ അതൊക്കെ ഒരുപാട് പരിമിതികൾ ഉള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ, അതായത് ചക്രാസും കുറെ കാര്യങ്ങൾ ഈ മുദ്രാസ് പിടിക്കുന്നതിനെ കൊണ്ട്, അതായത് നമ്മളിപ്പോ മുദ്ര പിടിച്ചിട്ടാണല്ലോ ഓരോ ആസനങ്ങളിൽ അല്ലെങ്കിൽ ബ്രീതിങ് എക്സസൈസ് ചെയ്യാനിരിക്കുന്നത്. അതിന്റെ ബെനിഫിറ്റ് ഒന്ന് പറയാമോ? ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഒരു മുദ്രയെ കുറിച്ച് ഒരു മുദ്ര ചെയ്യുമ്പോഴുള്ള ഗുണത്തെ കുറിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് ആ മുദ്രയെ കുറിച്ച് ആദ്യാന്തം അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ബോധ്യപ്പെടുത്തായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. മുദ്രകൾ തന്നെ ഒരു സെഷൻ വേണ്ടി വരും, വലിയൊരു സെഷൻ വേണ്ടി വരും. കാരണം മുദ്രകള് ഓരോ വിരലുകളും തന്നെ പഞ്ചഭൂതങ്ങളെ ആശ്രയിച്ച ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്, പ്രതിനിധീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പഞ്ചഭൂതങ്ങളെ കുറിച്ച് എങ്ങനെയൊക്കെ ഗുണം ചെയ്യുന്നു, ഓരോ വിരലുകളും ചേർക്കുമ്പോൾ എന്ത് വരുന്നു എന്നൊക്കെ വളരെ വിശദമായിട്ട് പറയേണ്ടതുണ്ട്. അത് ഞങ്ങൾക്ക് ഒരു സെഷൻ തന്നെ ഉണ്ട്, ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെയാ പറയാം. ചക്രാസ് ഒരു സെഷനാണ്, പഞ്ചകോശങ്ങൾ ഒരു സെഷനാണ്. അറിയാമല്ലോ മാഡം? ഇതിൽ ആരെങ്കിലും യോഗ പരിശീലിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഞാൻ 2016 മുതൽ പരിശീലിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പൊ കുറച്ച് നാളായിട്ട് മാറി നിൽക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യണം. സന്തോഷം കേൾക്കുന്നതില്. സർ, ഞാനും, എന്റെ പേര് ജീൻ, ഞാൻ എറണാകുളത്തു നിന്നാണ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോ യോഗ പരിശീലിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കിപ്പോ വീണ്ടും പിന്നെ ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ടൊന്നല്ല, ഇപ്പൊ ഇനിയിപ്പോ ഒരു സാഹചര്യം ഇല്ല പോയി പഠിക്കാനൊന്നും. അപ്പൊ നമുക്ക് ജനറലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാമോ? നമുക്കിപ്പോ ഓൺലൈനായിട്ട് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. സത്യത്തില് നമുക്ക് ഒരു തവണ പോയിട്ട് പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. സാധാരണഗതിയിൽ യോഗ പരിശീലിപ്പിക്കുക ഓരോരുത്തരുടെ ശാരീരിക നില, ആരോഗ്യാവസ്ഥ, എന്താ പറയാ, അവരുടെ പരിമിതികള്, അവരുടെ മെയ്വഴക്കം, ഇതൊക്കെ നോക്കിയിട്ടാണ്. ഇപ്പൊ മാഡം പഠിച്ചതുകൊണ്ട് അറിയാമല്ലോ അതിനെക്കുറിച്ച്. അപ്പൊ ഞങ്ങൾക്കൊരു ഇൻടേക്ക് ഫോം തന്നെ ഉണ്ട്. ആ ഫോം 4 പേജുള്ളതാണ്. അത് പൂരിപ്പിച്ച് അവരുമായിട്ടൊരു ഓറിയന്റേഷൻ ഇരുന്നിട്ടാണ് ഞങ്ങൾ പരിശീലിപ്പിക്കുക. കാരണം ഞാൻ ശിവാനന്ദ യോഗ വേദാന്ത റിസർച്ച് സെന്ററിന് പഠിച്ചിട്ടുള്ളത് കൊണ്ട് അതിന് അങ്ങനെ ഒരു ചിട്ടയും ക്രമങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ധാർമ്മികമായിട്ട് നമ്മൾ ആരെയെങ്കിലും അങ്ങോട്ട് പരിശീലിപ്പിക്കാറില്ല. അപ്പൊ മുൻപ് പഠിച്ച് നിർത്തിയിട്ടുള്ളതാണെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും വിചാരിക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു സെഷൻ ഓൺലൈനായിട്ട് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ഓരോ ആസനങ്ങളായിട്ട് പ്രത്യേകിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് തനിയെ എന്താ പറയാ, ഓൺലൈനിൽ ഒരു സെഷൻ എടുക്കാം, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് സംസാരിക്കാം അതിനെ കുറിച്ച്. തീർച്ചയായിട്ടും സന്തോഷം വിളിച്ച് പറഞ്ഞു. ആർക്കെങ്കിലും? രഞ്ജിത്ത് സാറേ, ഗുഡ് ഈവനിങ്. പ്രവീണയാണ്. പിന്നെ ഈ നമ്മുടെ ഇതുണ്ടല്ലോ സൂര്യ നമസ്കാരം, അപ്പം സാധാരണ അത് 21 പ്രാവശ്യം ഒക്കെ ചെയ്യണം എന്നാണ് ചിലവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ മിനിമം ഇപ്പൊ നമുക്ക് 21 പ്രാവശ്യം എന്ന് പറയുമ്പോൾ അതിലൊരു 12 സ്റ്റെപ്പുകൾ തന്നെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ മിനിമം നമ്മുടെ സമയപരിമിതി വെച്ചിട്ട് എത്ര പ്രാവശ്യം ചെയ്യണം? ടീച്ചറെ, ഈ സൂര്യ നമസ്കാരത്തിന്, ക്ലാസിക്കൽ ടൈപ്പ് സൂര്യ നമസ്കാരത്തിന് 12 ആസനങ്ങളാണ്. അതെ, 12 ആസനങ്ങൾ ഒരു കാലിലാണ് ചെയ്യുന്നത്. ഇനി മറ്റേ കാലിന്, അതായത് വലത് കാലിലും 12 ആസനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇടത് കാലിലും ചെയ്യുന്നു. അങ്ങനെ ഒരു സെറ്റ് എന്ന് പറയും. ഈ സെറ്റ് നമ്മുടെ സമയ സൗകര്യത്തിനനുസരിച്ച് 5 പ്രാവശ്യമോ അല്ലെങ്കിൽ 6 പ്രാവശ്യമോ ചെയ്യാം. അപ്പൊ തന്നെ സത്യത്തില് 120 ആസനങ്ങളായി. 5 ആസനങ്ങൾ എന്ന് പറഞ്ഞാൽ 120 ആയല്ലോ.
അല്ലേ? ഓക്കെ. അല്ലേ? അതെ അതെ അതെ. അപ്പൊ സമയം ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പ്രാണായാമവും പിന്നെ സൂര്യ നമസ്കാരം മാത്രം പരിശീലിച്ചാൽ തന്നെ ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഒരു യോഗ ഓക്കെ അനുഷ്ഠിച്ചതിന്റെ ഗുണമായി എന്നർത്ഥം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ മെയ്വഴക്കം ഒക്കെ കൂടുതലുള്ള ആളുകൾക്ക് കൂടുതൽ പരിശീലിക്കാം, അത് സൗകര്യം പോലെയാണ്. അപ്പൊ ഓക്കെ ക്ലാസിക്കൽ ടൈപ്പ് സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് പ്രണാമാസനം, ഹസ്തോത്താനാസനം, പാദഹസ്താസനം, അതെ അശ്വസന്ധരണാസനം, അങ്ങനെ അതെ അതെ അതെ. ചിട്ടയായിട്ടാണ് വരിക. അറിയാലോ? അതെ. ഓക്കെ, താങ്ക് യു. സന്തോഷം നല്ല സന്തോഷം. സെഷൻ ആയിരുന്നു. വളരെ ശാന്തതയോടുകൂടി കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി. ഞാൻ ഇതുപോലെ എനിക്ക് ഒരു യോഗാചാര്യൻ എന്റെ ഒരു വളാഞ്ചേരിയിലുള്ള ഒരു സുനിൽ സാറാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ഞാൻ ആദ്യമൊക്കെ 21 പ്രാവശ്യമൊക്കെ ചെയ്യാൻ ശ്രമിച്ചു, നല്ല സമയം എടുത്തിട്ട്. പക്ഷെ പിന്നീട് അത് അത്രയും പ്രാവശ്യം ചെയ്യുമ്പോൾ സമയം ഒരുപാട് എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ സാറോട് ചോദിച്ചത് മിനിമം എത്ര പ്രാവശ്യം. അപ്പൊ 6 പ്രാവശ്യം വരെ മതിയല്ലേ? നമ്മുടെ മെയ്വഴക്കത്തിനനുസരിച്ചിട്ട് ഓക്കെ, താങ്ക് യു. ഒരാൾ അനിൽകുമാർ സാർ 8 നിയമങ്ങൾ പറയുന്നു. അതായത് അഷ്ടാംഗ യോഗത്തിലാണ് യമ, നിയമ, ആസനം, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി എന്ന് പറയുന്നത്. അതിലത്തെ അതിനെയാണ് അഷ്ടാംഗങ്ങൾ എന്ന് പറയുന്നത്. അഷ്ടാംഗ യോഗം എന്ന് അതിനാണ് പറയുക. അപ്പൊ അതിൽ യമം നിയമം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് പരിമിതമായിട്ടുള്ള സമയം ഉള്ളൂ എന്നുള്ളതുകൊണ്ട് അതിൽ യമനിയമം നല്ലൊരു വ്യക്തി സ്വരൂപം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അനുഷ്ഠിക്കുന്നത്. ബാക്കി യമവും നിയമവും ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി ഒക്കെ ഉണ്ട് പറയാനായിട്ട്. അപ്പൊ അതിനൊരു സെഷൻ തന്നെ സമയം വേണ്ടി വരും. അപ്പൊ ഇതാണ് സാർ അനിൽകുമാർ സാർ 8 നിയമങ്ങൾ എന്ന് പറയുന്നത്, 8 അഷ്ടാംഗങ്ങൾ എന്ന് പറയും. ഹതയോഗ അറിയാത്ത രസ ചോദിക്കുന്നു. ഹതയോഗ എന്ന് പറയുന്നത് വളരെ കഠിനമായിട്ടുള്ളൊരു പരിശീലന പദ്ധതിയാണ്. അപ്പോ ഹ ഠ രണ്ടും കൂടിയിട്ടുള്ള സമന്വയമാണ്. ഹ പിംഗളനാഡിയെ, അതായത് സൂര്യനാഡിയെ, സൂര്യനെ പ്രതിനിധീകരിക്കുന്നു. ഠ ചന്ദ്രനെയും, അതായത് ഇടനാഡിയെയും പ്രതിനിധീകരിക്കുന്നു. ഇത് രണ്ടിനെയും ഏകീയമാക്കാൻ വേണ്ടി, സന്തുലനപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിശീലന പദ്ധതിയാണ്. അപ്പൊ അതിനകത്ത് വളരെ കഠിനമായിട്ടുള്ള ഷട്ക്രിയകളും യോഗാസനങ്ങള്, വളരെ അഡ്വാൻസ്ഡ് ലെവലിലുള്ള യോഗാസനങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരിക കൂടുതലായിട്ട്. ഇപ്പൊ ഹഠയോഗം എന്ന് പറയുന്നത് ഹഠയോഗികൾ, ഞാൻ ഹഠയോഗം പഠിച്ച ആളാണ്, അതാണ് ഞാൻ പരിശീലിച്ചിട്ടുള്ളത്. വളരെ ഹാർഡാണ്, ഹെവിയാണ്. നല്ല മെയ്വഴക്കം ഒക്കെ ഉള്ള ആളുകൾക്കാണ് അത് പരിശീലിക്കാൻ സാധിക്കും. സന്തോഷം രഞ്ജിത്ത്, തീർച്ചയായിട്ടും. വളരെ വളരെ നന്ദി. വളരെ കാമായിട്ട്, വളരെ ക്വയറ്റായിട്ട്, വളരെ നല്ലതുപോലെ യോഗയെ പറ്റി പറഞ്ഞു തന്നു. യോഗ നിദ്രയെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ പ്രാണായാമം, സൂക്ഷ്മ വ്യായാമങ്ങൾ, ശിഥിലീകരണ വ്യായാമങ്ങൾ, സൂര്യ നമസ്കാരം, ധ്യാനം, ഇതിനെപ്പറ്റി എല്ലാം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റിയ ഒരു കാര്യം രഞ്ജിത്ത് അവസാനം പറഞ്ഞു. നമ്മൾ ഹർത്താൽ നടത്തുന്നു, അങ്ങനെ പലതും നടത്തുന്നു. പക്ഷെ ഈ പ്രപഞ്ചത്തിലുള്ള വൃക്ഷങ്ങളും അതുപോലെയുള്ള കാര്യങ്ങൾ ഒരു 10 നിമിഷം നേരത്തേക്ക് പണിമുടക്കിയാൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്കെല്ലാവർക്കും ചിന്തിക്കാൻ പറ്റിയ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അദ്ദേഹം അത് അവസാനിപ്പിച്ചു. വളരെ നന്ദി രഞ്ജിത്ത്, താങ്ക് യു വെരി മച്ച്. നാളെ ഹിപ്നോസിസ് ആൻഡ് ഹിപ്നോതെറാപ്പി എന്ന വിഷയത്തെക്കുറിച്ച് മുഹമ്മദ് അലിയുടെ ക്ലാസ് ആണ്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും അതിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി.